അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ അല്ലാഹു ആക്കി തരട്ടെ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. വലിയ സന്തോഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ വീട്ടിൽ വലിയ ഖൈറുകൾ ഉണ്ടാകാൻ, വലിയ ബറക്കത്തുകൾ ഉണ്ടാകാൻ, കടങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാകാൻ, സമാധാനപരമായിട്ടുള്ള ജീവിതം ആ വീട്ടിലുണ്ടാകാൻ, പ്രധാനമായിട്ടും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറി, കടങ്ങളൊക്കെ മാറി ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത്. പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്ത ഏതൊരാൾക്കും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അവരൊക്കെ ആത്മാർത്ഥതയോടെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരം വിഷയത്തിൽ വലിയ ഫത്ഹുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിമ്പിളാണ് ഞാൻ ഈ പറയുന്ന വിഷയം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അതിനു മുമ്പ് ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഏതു മരുന്നുകൾക്കും ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറാൻ ഖുർആൻ എന്തു പറഞ്ഞോ അതനുസരിച്ച് കെമിക്കൽ കൂടാതെയുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റായ കാട്ടുതേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം നല്ല മുടികൊഴിച്ചിൽ മാറാൻ, താരൻ മാറാനുള്ള നമ്മുടെ എണ്ണ വിതരണം നടക്കുന്നുണ്ട്. വലിയ ഉപകാരപ്രദമായ, വലിയ ഫലമുള്ള മരുന്നാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരു മരുന്നാണ്. പ്രധാനമായിട്ടും മാസങ്ങളായി ഉപയോഗിച്ച ആളുകൾക്ക് അകാല നര പോലും മാറിയ അനുഭവങ്ങൾ നമ്മുടെ എണ്ണ കൊണ്ടുണ്ടായിട്ടുണ്ട്. ആ എണ്ണ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതോടെ വെരിക്കോസ് മാറാൻ, മൈഗ്രെയിൻ, ഒരുപാട് കുടുംബങ്ങളുടെ മൈഗ്രെയിൻ മാറിയ മൈഗ്രെയിൻ എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നു. ഇങ്ങനെ എന്താവശ്യത്തിനും ഈ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാണ്. വീടിൽ വലിയ ബർക്കത്തും ഖൈറുകളും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ചില ആയത്തുകൾ സ്ക്രീനിൽ കാണിക്കും, ഞാൻ ഓതി കേൾപ്പിക്കും. സൂറത്തുൽ കഹ്ഫിലെ ആയത്തുകളാണ്. ഈ സൂറത്തുൽ കഹ്ഫിലെ ആയത്തുകൾ ഒരു പ്ലേറ്റിൽ എഴുതി അത് വെള്ളം കൊണ്ട് മായ്ച്ച് ആ വെള്ളം നമ്മുടെ വീട്ടിലെ എല്ലാ ചുമരുകളിലേക്കും തളിച്ചു കൊടുക്കുക. കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ടോ ചവിട്ടുന്ന ഭാഗത്തേക്ക് ഒരു കാരണവശാലും ഈ വെള്ളം വരാൻ പാടില്ല. ആ രീതിയിൽ അത്ര കുറച്ച് വെള്ളം എടുത്താൽ മതിയാവും. ചവിട്ടുന്ന ഭാഗത്തും ഒരു ഭാഗത്തും വരാതെ ചുമരുകളിലേക്ക് തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ മന്ത്രിച്ച് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ വലിയ ഖൈറുകളുണ്ടാകും, വലിയ ബറക്കത്തുകളുണ്ടാകും. പ്രയാസങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത വീടുകളായി നമ്മുടെ വീടുകൾ മാറും. അത്രയും വലിയ ഫലമുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ആയത്തുകൾ ഞാൻ ഓതി കേൾപ്പിക്കാം. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആയത്തുകളെ, പരിശുദ്ധ സൂറത്തുകൾ അഥവാ ഖുർആൻ നോക്കി എഴുതിയെടുക്കുക. എങ്ങനെയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് സംശയം വരും. അറിയുന്ന ആളുകൾക്ക് അത് അറിയുകയും ചെയ്യും. നമ്മൾ കരി കൊണ്ടുണ്ടാക്കിയ മഷി ഉണ്ടാവുമല്ലോ, അത് ചെറിയ മുള കൊണ്ടുണ്ടാക്കിയ പെന്ന് കൊണ്ടൊക്കെ എഴുതുന്ന, പ്ലേറ്റിൽ എഴുതുന്ന അതേ സിസ്റ്റത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ മഷി ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ നല്ല എള്ളെണ്ണയോ നല്ലെണ്ണയോ അതിലേക്ക് ഒരു തിരി വെച്ചിട്ട് അതിലേക്ക് തീ കൊടുത്ത് അതിന് മുകളിൽ അതിൻ്റെ പുക വരുന്ന ഭാഗത്തേക്ക് ഒരു ചിരട്ടയോ മറ്റോ വെച്ച് കൊടുത്താൽ നല്ല, നമ്മളെ മയ്യെല്ലാം ഉണ്ടാക്കൽ അങ്ങനെയാണ് പണ്ട്. ആ മയ്യെല്ലാം ഉപയോഗിക്കുന്ന ആ മഷി നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതാൻ പറ്റും. ആ കരി കൊണ്ട് നമ്മൾ പ്ലേറ്റിൽ ഈ ആയത്തുകൾ കൃത്യമായിട്ട് എഴുതി മായ്ച്ച് ആ വെള്ളമാണ് നമ്മുടെ വീടിൻ്റെ ചുമരുകളിലേക്ക് സ്പ്രേ ചെയ്യേണ്ടത്. പക്ഷേ അതായത്തുകൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ قيما لينذر بأسا شديدا من لدنه
ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. മനസ്സിലായല്ലോ? ഒന്നുകൂടെ വേണമെങ്കിൽ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. ഈ ആയത്തുകൾ പരിശുദ്ധ സൂറത്തുൽ കഹ്ഫിലെ തുടക്കം വരുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകൾ കൃത്യമായിട്ട് ഒരു പ്ലേറ്റിൽ എഴുതി നല്ല ശുദ്ധവെള്ളം കൊണ്ട് മായ്ച്ച് ആ വെള്ളമാണ് നമ്മുടെ ചുമരുകളിലേക്ക് തളിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോ അക്ഷരങ്ങളായിട്ടാണ്, ഇപ്പോൾ പ്ലേറ്റ് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ എഴുതാൻ അറിയാത്ത ആളുകളോടാണ് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തുകൾ ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതലാണ് ഏറ്റവും നല്ലത്, ഓരോ അക്ഷരങ്ങളായിട്ട്. അപ്പോൾ ഓരോ അക്ഷരവും വിടാൻ പാടില്ല. അങ്ങനെ വിട്ടുപോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആ രീതിയിൽ ഈ ആയത്തുകൾ എഴുതുക. എന്നിട്ട് വെള്ളം കൊണ്ട് മായ്ച്ചിട്ട് എന്താക്കുക, എല്ലാ ചുമരുകളിലേക്കും നമ്മൾ തളിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും ചവിട്ടുന്ന ഭാഗത്തേക്ക് വെള്ളം വരാതെ സൂക്ഷിക്കുക. എന്നിട്ട് പ്രധാനമായിട്ടും വീട്ടകങ്ങളിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നിസ്കാരം പോലും ഖളായി പോകുന്ന ആളുകൾ ആ വീട്ടിലുണ്ടാകരുത് എന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, നിർബന്ധമായിട്ട് നിസ്കരിപ്പിക്കേണ്ട പ്രായമായ കുട്ടികളാണെങ്കിൽ, അത് ചെറിയ കുട്ടികളല്ലേ, അവർക്ക് തെറ്റുകളുണ്ടാവില്ലല്ലോ എന്നൊക്കെ കരുതി സുബിഹൊക്കെ ഖളാക്കുന്ന ഉമ്മമാരും ഉപ്പമാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്തിട്ടൊന്നും ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ആ മക്കളെ വിളിപ്പിച്ച് എണീപ്പിച്ച് എല്ലാ നിസ്കാരങ്ങളും ഖളാ ആകാതെ തന്നെ കൃത്യസമയത്ത് നിസ്കരിക്കുന്ന വീടായിട്ട് ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും മാറണം. ഒന്ന്, അക്കാര്യം ശ്രദ്ധിക്കണം. രണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള വീടായിട്ടത് മാറ്റണം. അതൊരു കാര്യം. മറ്റൊരു കാര്യം, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടായിട്ട് ആ വീട് മാറണം. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും പാരായണം ചെയ്യണം. ഇതൊരു ശീലമായിട്ട് തുടരണം. നിർബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത്, ആ വീട്ടിൽ വലിയ ബർക്കത്ത് അല്ലാഹ് ഉണ്ടാക്കിത്തരും. ഒന്നുകൂടെ അസറിനൊരു സൂറത്തുൽ വാഖിയ, മഗ്രിബിന് ശേഷം ഒരു സൂറത്തുൽ വാഖിയ, ഈ ശീലമാണ് തുടരുന്നതെങ്കിൽ ഒന്നുകൂടെ ആ ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷവും ഐശ്വര്യവും സമാധാനവും അല്ലാഹു നൽകും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും, വീട്ടിൽ വലിയ സന്തോഷങ്ങളാണ് ഉസ്താദേ എന്ന്. പൂർണ്ണമായിട്ടും അക്കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, പൊരുത്തപ്പെടട്ടെ. വലിയ ബറക്കത്തുള്ള ജീവിതങ്ങൾ ആയി നമ്മുടെ ജീവിതത്തെ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ വീടുകളിൽ വലിയ ബറക്കത്തുള്ള തരട്ടെ. വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹുവിനെ അനുഗ്രഹിക്കണം റഹ്മാൻ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. പ്രത്യേകം 313 രൂപ സ്ഥാപനത്തിലേക്ക് നേർച്ച കരുതി അയച്ചു തന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായെന്ന് അറിയാൻ കഴിയും. ഇനിയും ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറാനുണ്ട്. എല്ലാവരുടെ പ്രയാസവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇനി അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല കൊഴിഞ്ഞു പോയിരുന്നു. പിന്നെ നെറൂലൊന്നും തീരെ മുടിയായിരുന്നു, ഫുള്ള് കഷണ്ടി ആയിരുന്നു.
വളരെ കുറവായിരുന്നു മുടിയൊക്കെ, നല്ല കാണുമായിരുന്നു തലയിലോടൊക്കെ. ഈ മരുന്ന് തേച്ചതിന് ശേഷം കുറെ മുടികളൊക്കെ വന്നിരുന്നു, മുടി കൊഴിച്ചിലും കുറെ ആക്കുന്നുണ്ട്, മാറിയിരിക്കുന്നു.